അസ്സലാമലൈക്കും. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ. നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടോ. അപ്പം ഞാൻ ഇന്നിവിടെ താളും കൂട്ടാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പം അതിനാവശ്യമുള്ള 2-3 താളും ഇലയൊക്കെ പാടി എടുത്തുകൊണ്ട് 2 ചെറിയ കഷ്ണം പൂളിയുണ്ട് കേട്ടോ. അത് ഇങ്ങനെ മുറിച്ചാണ്ട് കൊട്ടത്താളത്ത് കൊടുന്ന് വെച്ചാൽ ഞാൻ നല്ല കഴുകിയിട്ട് നമുക്കിങ്ങനെ അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാതും ഇങ്ങനെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പൂള കഴുകി കൊത്തി നുറുക്കി അതും വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പുറംതൊലി ഒന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. അതിൻ്റെയൊക്കെ പുറംതൊലി ഉണ്ട്, അത് കളയരുത് എന്നാണ് പറഞ്ഞത്. അതിന്മേലാണ് വിറ്റാമിൻ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞു. പിന്നെ തേങ്ങ, ഉള്ളി, ജീരം, മുളക് ഇതെല്ലാതും കൂടെ കൂട്ടി അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് കുക്കറിൽ ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ താളാണ് ഇട്ട് കൊടുക്കാം. താളിട്ടിട്ട് നടുവിലാണ് പൂള ഇട്ട് കൊടുക്കട്ടോ. പൂള അല്ലെങ്കിൽ അടി പിടിക്കും. ചിലപ്പം വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ കുക്കറിൻ്റെ അടി പിടിക്കും. അപ്പോൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇലയും താളമൊക്കെ പാടി ഇട്ട് കൊടുക്കണം. ഞാൻ തോനെ ഇലയാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ തൂമ്പരയാണ് എടുത്തിരിക്കുന്നത്. തോനെ തൂമ്പര എടുത്താൽ അങ്ങനെ ചൊറിയൊന്നുമില്ല, നല്ല ടേസ്റ്റുമാണ്, നല്ല വിറ്റാമിൻ അല്ലേ ചേമ്പിൻ്റെ ഇലയൊക്കെ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് എനിക്ക് തണ്ടിനെക്കാട്ടും ഇഷ്ടം ഇല ഇങ്ങനെ വെക്കണം കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. എല്ലാവരും ഉണ്ടാക്കി നോക്കി. നാറ്റലിൻ്റെ ഒക്കെ കാലമില്ല അപ്പോൾ എല്ലാതും ഇങ്ങനെ ഇലവർഗ്ഗങ്ങളൊക്കെ ഉണ്ടാക്കി തിന്നണ കാലല്ലേ. മുരിങ്ങൻ്റെ ഇല ഉണ്ടാക്കാൻ പറ്റില്ല അല്ലേ, മുരിങ്ങൻ്റെ ഇല കട്ടുള്ള കാലല്ലേ. കുറച്ച് ദിവസം തോന്നുന്നത് നമ്മൾ പിന്നെ മരുന്നഞ്ഞി, ഉലുവ പിഴിഞ്ഞത് ഇതൊക്കെ ഈ കാലത്ത് പണ്ട് ഉണ്ടാക്കി തിന്നിന്നാണ് നമ്മളമ്മമാരൊക്കെ ഉണ്ടാകുമ്പോൾ. ഇനി നാളെ നോക്കട്ടെ, മരുന്നഞ്ഞിൻ്റെ പൊതി കിട്ടുകയാണെങ്കിൽ നാളെ മരുന്നഞ്ഞി ഉണ്ടാക്കണം. അങ്ങനെ ഉലുവൊക്കെ പിഴിഞ്ഞ് കുടിക്കും നാറ്റൽക്ക് 3 ദിവസം. നല്ല ടേസ്റ്റാണുള്ളത് അല്ലേ. അന്ന് ചെറുപ്പത്തിലേ കുട്ടികളാകുമ്പോൾ ഉലുവ പിഴിഞ്ഞതിന് കാത്തിരിക്കും ഉമ്മാരൊക്കെ കുടിക്കുമ്പോൾ. നമുക്കും തരുട്ടോ. നമുക്കന്നങ്ങനെ വല്ലാതെ തരില്ല, കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറയൽ. അതുപോലെ മരുന്ന് ഉണ്ടാക്കുക, ഉള്ളി ഉരുക്കുക, അങ്ങനെയൊക്കെ നാട്ടുകൾക്ക് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ കാലങ്ങളൊക്കെ കഴിഞ്ഞ് മരുന്നിഞ്ഞി നോക്കട്ടെ. ഇൻഷാ അള്ളാ പറ്റുന്നുണ്ടെങ്കിൽ സാധിച്ചാൽ നാളെ നമുക്ക് കുറച്ച് മരുന്നിഞ്ഞി ഉണ്ടാക്കട്ടോ. മരുന്നിഞ്ഞും 3-4 ദിവസം, 3 ദിവസം, 7 ദിവസം, അങ്ങനെയൊക്കെ 14 ദിവസം ഇങ്ങനെയൊക്കെ കുടിക്കണവരുണ്ട്. നമ്മളെ കുക്കർ അടുപ്പത്ത് വെച്ച് 2-3 വിസിൽ വരാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി ഇപ്പോൾ ഞാൻ ആദ്യം ഇട്ട ഇല ഒന്ന് ഇങ്ങോട്ട് ഇതാവുകയോളം വെച്ചിട്ടുള്ളൂ. ഇനി പിന്നെ ഇത് നമുക്ക് ഇട്ടതിൻ്റെ ശേഷമാണ് വിസിലടിപ്പിക്കുക കേട്ടോ. ഒന്ന് വരാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ കുറച്ച് നേരം വിസിൽ ഊരിയാണ്ട് മൂടിയിട്ട് കത്തിച്ചേരുന്നു കേട്ടോ. ഇനി ഇല ഇട്ടതിന് ശേഷം നമുക്ക് ഒരു 3 വിസിലോ 4 വിസിലോ അടിച്ചു കൊടുക്കട്ടോ. അപ്പോൾ നല്ല വെന്ത് ഇങ്ങോട്ട് ഉടഞ്ഞ് വരും. അപ്പം അങ്ങനെ ചെയ്യാം. ഇതിലേക്ക് നല്ല മീൻ കറിയും അല്ലെങ്കിൽ ഇറച്ചിക്കറി എന്തുകൊണ്ട്, മീൻ കറിയാണ് സൂപ്പർ ഉണ്ടെങ്കിൽ അടിപൊളി കേട്ടോ. നമ്മൾ ബത്തൾ നല്ല തേങ്ങ അരച്ച് കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഉണ്ടാക്കാമല്ലോ വിചാരിച്ചിട്ടാണ് താളും കൂട്ടാനുമ്പോൾ കൂടിയത് കേട്ടോ. മീൻ കറി ഇല്ല ഞാൻ ടേസ്റ്റ് ഉണ്ടാവില്ല ഒറ്റയ്ക്ക് തിന്നാൻ. പിന്നെ നമുക്കിത് മൂടിയിട്ടാണ്ട് 2-3 വിസിലാണ്ട് അടുപ്പിച്ച് കൊടുക്കട്ടോ. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിരുന്നല്ലോ, ഉണ്ടാകുന്ന നോക്കിയത്. പൂളാകുമ്പോൾ പൂള വെള്ളം കുടിക്കുമല്ലോ, കുറച്ച് വെള്ളം ഉണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഇത് കിടന്ന് വെന്തോളിഞ്ഞ്. അപ്പോൾ നമ്മളത് ഒരു 2-3 വിസിലടിച്ച് കൊടുത്ത് നല്ല വെന്ത് വന്നിട്ടുണ്ടോ. പൂള നമുക്ക് അടച്ചു കൊടുക്കണം, ആ ചൂട് കൊടുക്കുക, എന്നാലേ ഉടയുള്ളൂ. ചൂടാറി കഴിഞ്ഞാൽ പിന്നെ ഉടയൂല. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. ഒരുവിധം ആൾക്കാർക്കൊക്കെ ഇഷ്ടമാണ്, കുട്ടികൾക്കൊന്നും പറ്റൂല, വലിയവർക്ക് നല്ല ഇഷ്ടമാണ് ഇതൊക്കെ. ആദ്യമൊക്കെ നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയെന്ന് കേട്ടോ. പിന്നെ മെനക്കെടുന്ന മടിയായിട്ടാണ് ഉണ്ടാക്കാത്തത്. പിന്നെ ഉണ്ടാക്കിയാൽ കുറച്ച് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, തോനെ ഉണ്ടാക്കി മുഴുവൻ ബാക്കിയാവും. ഏതായാലും ഞാൻ എല്ലാതും നല്ല ഉടച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അധികം ആവശ്യത്തിലുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ആദ്യം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ഞാൻ അവിടെ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യാതിരുന്ന് ഞാൻ നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഉപ്പിട്ടിട്ട് പോരാ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കട്ടെ. നല്ല വെന്ത് പാകം പോലെ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ തേങ്ങ, ഉള്ളിയും ജീരവും തേങ്ങയും പച്ചമുളകും കൂടെ ഞാൻ മിക്സിയിലിട്ട് അരച്ചാട്ടോ. നല്ലാണ്ട് അരഞ്ഞിട്ടില്ല, ഒരു മീഡിയം സൈസ് അരവാണ്. അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പോൾ അങ്ങനെ
നമ്മളെ കറിയും അല്ല കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ടല്ലേ. ഇനി ഒന്ന് കത്തിച്ചാൽ ഒന്ന് തുള്ളിക്കട്ടെ ഇട്ടാൽ നല്ല അങ്ങോട്ട് തുള്ളൊന്നും വേണ്ട. എല്ലായിടത്തും നല്ല ചൂട് കയറുന്ന മട്ടത്തിലൊന്ന് തുള്ളി കഴിഞ്ഞാൽ നമുക്കിത് ഓഫാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കട്ടെ. നല്ല ചൂടാറണ മുന്നേ നമ്മൾ കൂട്ടണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ഓരോന്നിനും ഓരോന്നിൻ്റെതായ ഇതുണ്ടല്ലോ. ഉപ്പ് കുറച്ചൊരു കുറവുണ്ട്, അപ്പോൾ തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ കൂട്ടിയാൽ നമുക്ക് കുറേ രോഗങ്ങൾക്കൊക്കെ ആക്കാണ്. നമ്മൾ ഈ ഇറച്ചി മീനും മാത്രം കൂട്ടാൽ നമുക്ക് പല രോഗങ്ങളും ഉണ്ടാവുന്നത്. ഇതൊക്കെ ആകുമ്പോൾ ഓരോ നമ്മളെ ശരീരത്തിന് ആവശ്യമുള്ള സാധനങ്ങളല്ലേ. അപ്പോൾ നമ്മളെ കൂട്ട അവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലായിടത്തും ചൂടൊക്കെ കയറിയിട്ടുണ്ട്. കണ്ടാ നല്ല പാകമുള്ള അയവിലാണുള്ളത്. നമുക്ക് തീ ഓഫാക്കി കൊടുക്കട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പോരായ്മകളും തെറ്റുകളൊക്കെ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കട്ടെ. എന്നാൽ എല്ലാവരോടും അസ്സലാമു അലൈക്കും.